For our meditation, shall we open our Bibles to the book of Isaiah, chapter 49. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവചനം 49-ാം അധ്യായത്തിലേക്ക് കൊണ്ടുവരാം. Isaiah chapter 49 and verses 15 and 16. യെശയ്യാ പ്രവചനം 49-ാം അധ്യായത്തിന്റെ 15, 16 എന്നീ വാക്യങ്ങൾ വായിക്കാം. Woman forget a suckling child, that she should not have compassion on the son of her womb. Yea, they may forget, yet will I not forget thee. Behold, I have graven thee upon the palms of my hands. Thy walls are continually before me. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. This is a beautiful promise which God has given his children. ദൈവം തന്റെ മക്കൾക്ക് നൽകിയിരിക്കുന്ന ഒരു മനോഹരമായ വാഗ്ദത്തമത്രേ ഇത്. The Bible says, exceeding great and precious promises have been given to his people. ദൈവത്തിന്റെ ജനത്തിന് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. That we may escape from the corruption that is in the world through lust and become partakers of the divine nature. അങ്ങനെ നാം ലോകത്തിന് മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരേണ്ടതിനായിട്ട് Exceeding great and precious promises have been given to us. വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. Especially when we go through various trials of faith in our lives, we need God's promises to claim them by faith and to overcome our sufferings and afflictions. പ്രത്യേകാൽ നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധനകളിലൂടെ കഷ്ടതകളിലൂടെ പോകുമ്പോൾ നാം ഈ വാഗ്ദത്തങ്ങളെ അവകാശവാദം ഉന്നയിച്ചാൽ നമുക്ക് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയും. We need God's promises that we may be able to overcome all our trials and to become worthy to be caught up whenever Jesus comes. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പരിശോധനകളെയും തരണം ചെയ്യേണ്ടതിനായും നമ്മുടെ യേശു വരുമ്പോൾ എടുക്കപ്പെടേണ്ടതിനായും നമുക്ക് ഈ വാഗ്ദത്തങ്ങൾ വേണ്ടിയിരിക്കുന്നു. We need the promises of God to put on the divine nature of the Lord. കർത്താവിന്റെ ദിവ്യ സ്വഭാവം നാം ധരിക്കേണ്ടതിന് നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വേണ്ടിയിരിക്കുന്നു. We need the promises of God to escape from the corruption that is in the world through lust. ലോകത്തിന് മോഹത്താൽ ഉണ്ടാകാവുന്ന ആ നാശത്തിൽ നിന്ന് നാം രക്ഷ പ്രാപിക്കേണ്ടതിന് നമുക്ക് വാഗ്ദത്തങ്ങൾ വേണ്ടിയിരിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. So in this scripture that we read here, God is giving us a beautiful promise. ഇപ്പോൾ നാം വായിച്ച വേദഭാഗത്തിൽ ദൈവം ഒരു മനോഹരമായ വാഗ്ദത്തം നൽകുന്നതായി കാണുന്നു. Behold, I have graven you in the palms of my hands. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. In the Holy Bible, in some places, the word behold or lo is used. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു പ്രത്യേക പദപ്രയോഗം ഇതാ അല്ലെങ്കിൽ നോക്കുക എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. The word behold or lo is used in certain occasions in order to emphasize the truth the Lord is revealing through the scriptures. ചില പ്രത്യേക വേദഭാഗത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന സത്യത്തിന് പ്രാധാന്യം നൽകേണ്ടതിനായി ഇതാ അല്ലെങ്കിൽ നോക്കുക എന്നുള്ളൊരു പദപ്രയോഗം നൽകപ്പെട്ടിരിക്കുന്നതായി കാണാം. The word behold speaks about the importance of the truth the Lord is revealing unto us. ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്ന സത്യത്തിന്റെ പ്രാധാന്യം ഊന്നി പറയേണ്ടതിനായി ഇതാ എന്ന പദപ്രയോഗം നടത്തിയിരിക്കുന്നു. When the Lord Jesus Christ was coming to River Jordan to be baptized by John the Baptist, യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേൽക്കേണ്ടതിനായി
യോർദാൻ നദിക്കരയിൽ കർത്താവായ യേശു വരുന്ന വേളയിൽ John the Baptist said, Lo, or behold, the Lamb of God which taketh away the sin of the world. സ്നാപക യോഹന്നാൻ പറയുകയുണ്ടായി, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. Lo, or behold, the Lamb of God which taketh away the sin of the world. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. Yes, the Lord and Savior Jesus Christ is the only person who took away the sin of the whole world. അതെ, സർവ്വലോകത്തിന്റെയും പാപം എടുത്തു മാറ്റുന്ന ഏക വ്യക്തി നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മാത്രമാകുന്നു. The Lord Jesus Christ is the only one who died for the sins of the humanity. മാനവരാശിയുടെ പാപം നിമിത്തം മരണം വരിച്ച ഏക വ്യക്തി നമ്മുടെ യേശുക്രിസ്തു മാത്രം. Again the Bible says, Behold, I stand at the door and knock. വീണ്ടും വിശുദ്ധ ബൈബിൾ പറയുകയാണ്, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. In the book of Revelation chapter 3 and verse 20 we read, Behold, I stand at the door and knock. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. If any man open, I will come in and sup with me and he with me. ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കിടന്ന് അവനോടുകൂടെ അത്താഴം കഴിക്കും, അവൻ എന്നോടുകൂടെയും അത്താഴം കഴിക്കും. Even tonight our Jesus is knocking at the door of every heart. ഇന്ന് രാത്രി വേളയിലും നമ്മുടെ കർത്താവ് ഓരോ ഹൃദയ കവാടത്തിലും നിന്ന് മുട്ടുന്നു. He will not force himself to enter into our life. അവൻ ബലപ്രയോഗത്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. We have been given a free will either to continue to keep our heart closed or we can open it for Jesus when he knocks. യേശു അകത്ത് വരാതെ വണ്ണം ഹൃദയ കവാടം അടച്ചു വെക്കേണ്ടതിനും അല്ലായെങ്കിൽ അവനെ സ്വാഗതം ചെയ്യേണ്ടതിന് ഹൃദയവാതിൽ തുറക്കേണ്ടതിനുമുള്ളതായ ആ സ്വതന്ത്ര ഇച്ഛ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. The free will is like a lock which God has given in our lives. ആ ഇച്ഛാശക്തി നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഒരു താഴ് പോലെയാകുന്നു. This lock is inside and the key is with us. ആ താഴ് അകമേ പൂട്ടിയിരിക്കുന്നു, താക്കോൽ നമ്മുടെ കയ്യിലും ഇരിക്കുന്നു. We can use our key to open the door or to continue to keep it closed. ഒന്നുകിൽ ഈ താക്കോൽ ഉപയോഗിച്ച് നമുക്ക് ഈ പൂട്ട് തുറക്കാം, അല്ലായെങ്കിൽ അതിനെ എന്നേക്കുമായി അടച്ചു വയ്ക്കുകയുമാവാം. Tonight the Lord is saying, Behold, I stand at the door and knock. ഇന്ന് രാത്രി കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. As we continue to listen to the word of God, if we open our heart and receive it in the right spirit, then we could be blessed in our lives. നാം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയായ ആത്മാവിൽ കൈക്കൊള്ളുന്നുവെങ്കിൽ, അത് നാം പാലിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹീതരായിത്തീരും. In the book of Revelation chapter 15 and chapter 16 and verse 15 we read, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, Behold, I come as a thief. ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. Here Jesus is emphasizing about his second coming. ഇവിടെ തന്റെ രണ്ടാം വരവിന്റെ പ്രാധാന്യം യേശു ഊന്നി പറയുന്നു. The coming of the Lord is going to be like a thief unto the people who are not ready to meet him. കർത്താവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങാത്ത ജനത്തിന് യേശു ഒരു കള്ളനെ പോലെയാകുന്നു വരുവാൻ പോകുന്നത്. Beloved ones, if the coming of the Lord is going to be in this year 2008, we all want to be prepared to meet our Jesus. പ്രിയമുള്ളവരെ, ഈ 2008-ാം ആണ്ടിൽ നമ്മുടെ കർത്താവായ യേശു വരുമെങ്കിൽ നാം എല്ലാവരും തന്നെ നമ്മുടെ യേശുവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങേണ്ടതായിരിക്കുന്നു. We want to be his glorious bride and we want to meet him when he comes. അവൻ വരുമ്പോൾ അവനെ നാം എതിരേൽക്കേണ്ടതായിരിക്കുന്നു. നാം അവന്റെ മഹിമയേറിയ മണവാട്ടിയുമാകേണ്ടിയിരിക്കുന്നു. Only those who are prepared will be able to meet Jesus as their bridegroom. ഒരുങ്ങിയിരിക്കുന്നവർക്ക് മാത്രമേ യേശുവിനെ തങ്ങളുടെ ആത്മമണവാളനായി എതിരേൽക്കുവാൻ കഴിയൂ. Those who are unprepared, the coming of the Lord is going to be like a thief unto them. ഒരുങ്ങാത്തവരെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ വരവ് ഒരു കള്ളൻ വരുന്നത് പോലെയായിരിക്കും. Jesus will come and those who are prepared, they will be caught up with him. യേശു വരും,
ഒരുങ്ങിയിരിക്കുന്നവർ അവനോടുകൂടെ ചേർക്കപ്പെടുകയും ചെയ്യും. Those who are not prepared, they will be left behind. ഒരുങ്ങാത്തവരോ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യും. To such people, the coming of the Lord is going to be like a thief. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ വരവ് ഒരു കള്ളൻ വരുന്നത് പോലെ ആയിരിക്കും. That is why it is said, behold, I come as a thief. അതുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, ഇതാ ഞാൻ ഒരു കള്ളനെ പോലെ വരുന്നു. Wherever the word behold or the law is mentioned, important truth has been revealed. എവിടെയെല്ലാം ഇതാ എന്നുള്ള ഒരു പദപ്രയോഗമുണ്ടോ അവിടെയെല്ലാം ഒരു വലിയ സത്യം പ്രാധാന്യത്തോടുകൂടെ പരാമർശിച്ചിരിക്കുന്നു. In the book of Revelation chapter 14, when we read, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, in the first verse it is written, and I looked, and lo, a lamb stood on the Mount Zion. അതിന്റെ 1-ാം വാക്യത്തിൽ പ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ഇതാ സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144,000 പേർ നിൽക്കുന്നത് ഞാൻ കണ്ടു. And I looked, and lo, a lamb stood on the Mount Zion. ഇതാ ഒരു കുഞ്ഞാട് സിയോൻ മലയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. And with him and 144,000 having his father's name written in their foreheads. അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് ഞാൻ കണ്ടു. Another important truth has been revealed in this portion. ഈ വേദഭാഗത്തിൽ മറ്റൊരു അതിപ്രാധാന്യമേറിയ സത്യം പറഞ്ഞിരിക്കുന്നു. The Lord Jesus, who came to this world as a lamb to take away the sin of the world, ഈ ലോകത്തിന്റെ പാപങ്ങൾ ചുമന്നൊഴിക്കുവാൻ ഒരു കുഞ്ഞാടായി പ്രത്യക്ഷനായ ഇറങ്ങി വന്നതായ യേശു, the one about whom John the Baptist said, lo, the Lamb of God which taketh away the sin of the world. സ്നാപക യോഹന്നാൻ ആരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ചുമന്നൊഴിക്കുവാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞുവോ ആ വ്യക്തി, he is standing as a lamb on Mount Zion. അവനിതാ സിയോൻ പർവ്വതത്തിൽ ഒരു കുഞ്ഞാടായി നിൽക്കുന്നു. The Lord and Savior Jesus Christ is standing as a lamb on Mount Zion in eternity. നിത്യതയിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു സിയോൻ പർവ്വതത്തിൽ ഒരു കുഞ്ഞാടായി നിൽക്കുന്നു. And along with him and 144,000 having his father's name written in their foreheads. അവനോടുകൂടെ അവന്റെ പിതാവിന്റെ നാമം നെറ്റിയിൽ എഴുതപ്പെട്ടിട്ടുള്ളതായ 144,000 പേരും നിൽക്കുന്നു. This speaks about the consecrated servants of God who are following the Lamb whithersoever he goeth in this world. ഇതാ ഈ ലോകത്തിൽ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിക്കുന്ന പ്രതിഷ്ഠിതരായ ശുശ്രൂഷകരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. Even tonight, God is calling a group of young people to come out to serve him. ഇന്ന് രാത്രിയിലും കർത്താവിനെ സേവിക്കേണ്ടതിനായി ഇറങ്ങിത്തിരിക്കുവാൻ ഒരു കൂട്ടം യൗവനക്കാരെ ദൈവം വിളിക്കുന്നു. Right now, the Holy Ghost is urging in your heart about the calling which God has given you. ഇപ്പോൾ തന്നെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിളിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നു. Beloved child of God, if the Holy Ghost is urging in your heart, don't be reluctant to surrender your life to serve the Lord upon this earth. പ്രിയ ദൈവവൈതലേ, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ഒരു പ്രേരണ തരുമെങ്കിൽ ഈ ലോകത്തിൽ കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നതിൽ നീ ഒട്ടും മടിച്ചോ അറച്ചോ നിൽക്കരുത്. Praise be to God. ദൈവത്തിന് സ്തോത്രം. So the word behold speaks about some important truth which the Lord is revealing into our lives. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന അതിപ്രാധാന്യമേറിയ സത്യത്തെ അത്രേ ഇതാ എന്നുള്ള പദപ്രയോഗം വെളിപ്പെടുത്തുന്നത്. Book of Isaiah chapter 49 and verse 16 we read, behold, I have graven thee upon the palms of my hands. വെളിപ്പാട് പുസ്തകം ഇശയ്യാപ്രവചന പുസ്തകം 49-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. And when verse 15 when we read, 15-ാം വാക്യം നാം വായിക്കുമ്പോൾ there we are able to see a question. അവിടെ നമുക്കൊരു ചോദ്യം കാണാം. Can a woman forget her sucking child, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? that she should not have compassion on the son of her womb? താൻ പ്രസവിച്ച മകനോട് അവൾക്ക് കരുണ തോന്നാതിരിക്കുമോ? Can a woman forget her sucking child? ഒരു സ്ത്രീക്ക് തന്റെ പാൽ കുടിക്കുന്ന കുഞ്ഞിനെ മറക്കുവാൻ കഴിയുമോ? If we ask the mothers who are sitting here, will you be able to forget your children? They will never say no, never.
ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് ഞങ്ങൾ ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ മറക്കുവാൻ കഴിയുമോ? ഉത്തരം എന്തായിരിക്കും? ഇല്ല, ഒരിക്കലുമില്ല. No, we can never forget our children. ഇല്ല, ഒരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മറക്കുകയില്ല. Here, not only a child is mentioned, but it is mentioned as a sucking child. ഇവിടെ ഒരു കുഞ്ഞെന്നല്ല, പാൽ കുടിക്കുന്ന കുഞ്ഞെന്ന് കൂടെ പരാമർശിച്ചിരിക്കുന്നു. Can a woman forget her sucking child? ഒരു സ്ത്രീക്ക് തന്റെ പാൽ കുടിക്കുന്ന കുഞ്ഞിനെ മറക്കുവാൻ കഴിയുമോ? The mother may say, no, I will never forget. അതെ, അമ്മ പറയും, ഇല്ല, ഞാൻ ഒരു നാളും മറക്കുകയില്ല. But the Bible says, yea, they may forget, yet I will not forget thee. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുകയാണ്, ഒരുപക്ഷെ അവൾ മറന്നേക്കാം, എന്നാലും ഞാൻ മറക്കുകയില്ല. The possibility is there for the mother to forget her child, but God says, I will never forget thee. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറക്കുവാനുള്ള സാധ്യത ഉണ്ട്, എന്നാൽ ദൈവം ഒരു നാളും മറക്കുകയില്ല. Yes, in the Bible, it is mentioned about a mother who boiled her son and ate because of the hunger. ക്ഷാമം അഥവാ പട്ടിണി നിമിത്തം തന്റെ കുഞ്ഞിനെ പുഴുങ്ങി തിന്നതായ ഒരു അമ്മയെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. In the book of 2 Kings chapter 6, when we read, രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ in verse 29 it is written, അതിന്റെ 29-ാം വാക്യത്തിൽ അത് എഴുതിയിരിക്കുന്നു. 2 Kings chapter 6 and verse 29 we read, because the famine was so severe, the mother couldn't stand the hunger, and she boiled her son and ate him. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 6-ാം അധ്യായം 29-ാം വാക്യത്തിൽ, ക്ഷാമവും പട്ടിണിയും അതികഠിനമാകയാൽ അത് സഹിക്കുവാൻ കഴിയാതെ ഒരു അമ്മ തന്റെ കുഞ്ഞിനെ പുഴുങ്ങി തിന്നുകയുണ്ടായി. That is why the Bible says, yea, they may forget, yet I will not forget thee. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, അതെ, അവൾ ഒരുപക്ഷെ മറന്നു കളഞ്ഞേക്കാം, എന്നാൽ ഞാൻ നിന്നെ മറക്കുകയില്ല. The love of the mother towards a child is the strongest or greatest love that we see in this world. നാം ഈ ലോകത്തിൽ കാണുന്ന എല്ലാ സ്നേഹത്തെക്കാളും ബലവത്തായ ശ്രേഷ്ഠമായ സ്നേഹമെന്നത് ഒരു അമ്മയുടെ സ്നേഹമാകുന്നു. Beloved ones, even that love will fail us. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ആ സ്നേഹം പോലും നമ്മെ വിട്ടുപോയേക്കാം. Even the strongest and the greatest love that we see in this world will fail us. ഈ ലോകത്തിൽ കാണുന്ന ശ്രേഷ്ഠതരവും ബലവത്തുമായ സ്നേഹം പോലും നമ്മെ വിട്ടുപോയേക്കാം. But the love of the Lord will never fail us. എന്നാൽ ദൈവത്തിന്റെ സ്നേഹമോ ഒരു നാളും നമ്മെ വിട്ടുമാറുകയില്ല. That is why God says, I will never forget thee. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. The strongest and the greatest love in this world may fail you, but the love of the Lord will never fail you. ഈ ലോകത്തിലെ ശ്രേഷ്ഠവും ബലവത്തുമായ സ്നേഹം നിന്നെ വിട്ടുപോയേക്കാം, എന്നാൽ ദൈവത്തിന്റെ സ്നേഹം ഒരു നാളും നിന്നെ വിട്ടുപോവുകയില്ല. Yes, the love of our God is more than the love of our mother. അതെ, നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ അമ്മയുടെ സ്നേഹത്തെക്കാൾ വലുത്. That is the greatest and the strongest love which we can ever experience in our lives. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും ബലവത്തുമായ സ്നേഹം ദൈവസ്നേഹമത്രേ. Praise be to God. ദൈവത്തിന് സ്തോത്രം. Even tonight, dear friend, God loves you. ഇന്ന് രാത്രിയിലും പ്രിയ സ്നേഹിത, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. You have not come here by chance or by accident. നീ യാദൃച്ഛികമായി അപ്രതീക്ഷിതമായി ഇവിടേക്ക് വന്നവനല്ല. Tonight you are here by the divine appointment of God. ഇന്ന് രാത്രി നീ ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ അത് ദൈവിക മുൻനിർണയ പ്രകാരമത്രേ. Tonight you are listening this voice because of the love of God. ഇന്ന് രാത്രി ഈ ശബ്ദം നീ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നോടുള്ള ദൈവ സ്നേഹത്താലത്രേ. God knows the state of your heart. നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ ദൈവം അറിയുന്നു. Your heart is yearning for love. നിന്റെ ഹൃദയം സ്നേഹത്തിനായി ദാഹിക്കുന്നു. Your life is yearning for love. നിന്റെ ജീവിതം സ്നേഹത്തിനായി ദാഹിക്കുന്നു. Tonight that loving God is speaking with you. ഇന്ന് രാത്രി സ്നേഹാർദ്രവാനായ ദൈവം നിന്നോട് സംസാരിക്കുന്നു. Because of his love towards you, he sent his only begotten son Jesus to die for you on the cross of Calvary.
നിന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹാതിരേകത്താൽ തന്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തു നിനക്കായി ലോകത്തിൽ വന്ന കാൽവറിയിൽ ജീവൻ തന്നു. In the Gospel of St. John chapter 3 when we read, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ in the 16th verse it is written, 16-ാം വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, For God so loved the world that he gave his only begotten Son, that whosoever believeth in him should not perish but have everlasting life. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ ഇത്രത്തോളം സ്നേഹിച്ചു. God the Father gave the best that he had in heaven, the only begotten Son. നമ്മുടെ സ്വർഗീയ പിതാവ് തനിക്കുണ്ടായിരുന്നതിൽ ഏറ്റവും ഉത്തമമായത് സ്വർഗത്തിലെ തന്റെ ഏകജാതനായ പുത്രനെ നമുക്കായി തന്നു. Because of his love towards you and towards me. നിന്നോടും എന്നോടുമുള്ള തന്റെ സ്നേഹാധിക്യത്താൽ There is nothing better than Jesus in heaven. സ്വർഗത്തിൽ യേശുവിനേക്കാൾ മെച്ചപ്പെട്ടത് ഉത്തമമായതൊന്നുമില്ല. The best that he had in heaven, God the Father sent to this world because of you and me. ഞാൻ നിമിത്തവും നീ നിമിത്തവും പിതാവായ ദൈവം സ്വർഗത്തിൽ തനിക്കുണ്ടായിരുന്ന ഏറ്റവും ഉത്തമമായതിനെ തന്റെ പുത്രനെ നമുക്കായി തന്നു. And thereby the love of God has been revealed unto us. അങ്ങനെ നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം പ്രദർശിതമായി. Praise be to God. ദൈവത്തിന് സ്തോത്രം. What did Jesus do when he was upon this earth? കർത്താവായ യേശു ഭൂമിയിലായിരുന്നപ്പോൾ താൻ എന്താണ് ചെയ്തത്? Because of his love towards us, he gave himself for us on the cross of Calvary. നമ്മോടുള്ള തന്റെ സ്നേഹത്താൽ അവൻ കാൽവരി ക്രൂശിൽ തന്നെ തന്നെ നമുക്കായി തന്നു. He gave himself for us on the cross of Calvary, and thereby the love of Jesus is revealed unto us. അവൻ കാൽവരി ക്രൂശിൽ തന്നെത്താൻ നമുക്കായി തന്നു. അങ്ങനെ യേശുവിന്റെ നമ്മോടുള്ള സ്നേഹം വെളിപ്പെട്ടു. The Lord and Savior Jesus Christ, not only he gave the best for us, he gave himself for us. കർത്താവായ യേശുക്രിസ്തു അവൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നമുക്ക് തന്റെ ഏറ്റവും ഉത്തമമായത് നമുക്ക് നൽകുക മാത്രമല്ല തന്നെ തന്നെ നമുക്കായി തന്നു. When God the Father revealed his love by giving the best that he had in heaven, പിതാവായ ദൈവം സ്വർഗത്തിൽ തനിക്കുണ്ടായിരുന്ന ഏറ്റവും ഉത്തമമായതിനെ തന്ന് തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി. The Lord and Savior Jesus Christ gave himself for us on the cross of Calvary and revealed his love for us. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു തന്നെത്താൻ കാൽവരി ക്രൂശിൽ തന്ന നമ്മോടുള്ള തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി. He will never forget us. അവൻ ഒരു നാളും നമ്മെ മറക്കുകയില്ല. Behold, I have graven thee upon the palms of my hand. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. By being engraven in the hands of God, we know that we are sure in the presence of God. അതെ, കർത്താവിന്റെ ഉള്ളംകൈയിൽ നമ്മെ കൊത്തി വരച്ചിരിക്കുന്നത് കൊണ്ട് നാം ദൈവസന്നിധിയിലാകുന്നു എന്നുള്ള ഉറപ്പും നിശ്ചയവും നമുക്കുണ്ട്. In order to graven us in the palms of his hands, കർത്താവിന്റെ ഉള്ളംകൈയിൽ നമ്മെ കൊത്തി വരയ്ക്കേണ്ടതിനായി, that is why we read the Lord and Savior Jesus Christ, he had to be nailed on the cross of Calvary. ആയതിനാൽ കർത്താവായ യേശുവിന്റെ കരങ്ങളിൽ കാൽവരി ക്രൂശിൽ ആണികൾ തറയ്ക്കപ്പെടുകയുണ്ടായി. In the Gospel of St. Luke chapter 23 when we read, ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം വായിക്കുമ്പോൾ, Gospel of St. Luke chapter 24 when we read, ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 24-ാം അധ്യായത്തിൽ in verse 39, what did Jesus say? 39-ാം വാക്യത്തിൽ യേശു എന്ത് പറഞ്ഞു? Gospel of St. Luke chapter 24 and verse 39. ലൂക്കോസ് 24-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം. Behold my hands and my feet, that it is I myself. Handle me and see, for a spirit hath not flesh and bones as ye see me have. ഞാൻ തന്നെയാകുന്നുവെന്ന് എന്റെ കൈയും കാലും നോക്കി അറിവീൻ, എന്നെ തൊട്ടു നോക്കുവീൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. Praise be to God. ദൈവത്തിന് സ്തോത്രം. Here Jesus says, behold my hands and my feet. ഇവിടെ യേശു പറയുകയാണ്, ഇതാ എന്റെ കൈയും കാലും നോക്കുവിൻ. Behold my hands and my feet. ഇതാ എന്റെ കൈയും കാലും. These hands and the feet were nailed on the cross of Calvary when he died. കർത്താവായ യേശു കാൽവരി ക്രൂശിൽ മരിച്ച സമയത്ത് ഈ കൈയിലും കാലിലും ആണികൾ തറയ്ക്കുകയുണ്ടായി. Praise be to God. ദൈവത്തിന് സ്തോത്രം. In order to take away your sins and my sins,
Jesus died on the cross of Calvary. നിന്റെയും എന്റെയും പാപങ്ങൾ എടുത്തു മാറ്റേണ്ടതിനായി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. And when he died on the cross of Calvary, his hands and feet were nailed on the tree. അവൻ കാൽവരി ക്രൂശിൽ മരിച്ചതായ വേളയിൽ അവന്റെ കയ്യിലും കാലിലും മരത്തോട് ചേർത്ത ആണികൾ തുളച്ചു കയറ്റി. Dear child of God, if you are to be engraven in the hands of God, you should be delivered from your sinful life. പ്രിയ ദൈവവൈതലേ, നീ അവന്റെ ഉള്ളം കയ്യിൽ വരയ്ക്കപ്പെട്ടിരിക്കണമെങ്കിൽ നിന്റെ പാപപൂരിത ജീവിതത്തിൽ നിന്ന് നീ വിടുവിക്കപ്പെടേണ്ടിയിരിക്കുന്നു. That is why on the cross of Calvary the precious blood of Jesus was given for us. അതിനായിട്ടത്രേ കാൽവരി ക്രൂശിൽ യേശുവിന്റെ വിലയേറിയ രക്തം നമുക്കായി നൽകപ്പെട്ടത്. Praise be to God. ദൈവത്തിന് സ്തോത്രം. The sins that we commit with our hands to be taken away from us, Jesus was nailed on the cross. നാം നമ്മുടെ കരങ്ങളാൽ ചെയ്ത പാപങ്ങൾ നമ്മെ വിട്ടെടുത്തു മാറ്റപ്പെടേണ്ടതിനായി യേശുവിന്റെ കരങ്ങൾ ക്രൂശിൽ ചേർത്ത് ആണികളാൽ അടിക്കപ്പെട്ടു. The sins that we commit by going around with our feet in order to deliver us from those sins, the Lord Jesus Christ was nailed on the tree on his feet. പാപം ചെയ്യേണ്ടതിനായി നമ്മുടെ കാലുകൾ കൊണ്ട് നാം അവിടെയും ഇവിടെയും ചുറ്റി അലഞ്ഞുവല്ലോ. ആ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശുവിന്റെ കാലുകൾ ആ ക്രൂശ് മരത്തിൽ ആണികളാൽ ചേർത്ത് തറയ്ക്കപ്പെട്ടു. Praise be to God. ദൈവത്തിന് സ്തോത്രം. Even the last drop of his blood was given for us. യേശുവിന്റെ അവസാന തുള്ളി രക്തം വരെ പോലും നമുക്കായി ചിന്തപ്പെട്ടു. Tonight our Jesus is moving in our midst with his nail-scarred hands. അതെ, ആണികൾ തറയ്ക്കപ്പെട്ട കരവുമായി ഇന്ന് രാത്രി നമ്മുടെ യേശു നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. And the Lord is speaking with us saying, behold my hands and my feet. അതെ, ഇപ്പോൾ യേശു നമ്മോട് സംസാരിക്കുകയാണ്. ഇതാ എന്റെ കൈയും കാലും നോക്കുവിൻ. Behold my hands and my feet. ഇതാ എന്റെ കൈയും കാലും. I have taken away your sins upon my body when I died on the cross of Calvary. ഞാൻ കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ നിന്റെ പാപമെല്ലാം ഞാൻ എന്റെ ശരീരത്തിൽ ചുമന്നിരിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. There is anyone here still living in sinful life, dear friend, we would like to tell you that Jesus loves you. ഇപ്പോഴും പാപത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയ സ്നേഹിത, ഞങ്ങൾ നിന്നോട് പറയട്ടെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. You are going on and committing sin one upon the other, maybe to have joy and peace in your life. നിന്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കണ്ടെത്തേണ്ടതിനായി നീ പലയിടങ്ങളിൽ പാഞ്ഞു ചെന്ന് ഒന്നിനു പിറകെ ഒന്നായി പാപം ചെയ്തു കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. You are going after drinks and drugs to forget your worries and burdens and cares and to have joy and peace in your heart. നിന്റെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ മറക്കേണ്ടതിനായി നീ ഒരുപക്ഷെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിന്നാലെ പോവുകയായിരിക്കാം. അങ്ങനെ സമാധാന സന്തോഷം നീ തിരയുകയായിരിക്കാം. You are going after movies and televisions and cinemas to forget about your worries and burdens and cares and to have joy and peace and happiness. അതെ, നിന്റെ ജീവിതത്തിലെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, വ്യാകുലങ്ങൾ മറന്ന ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ലഭിക്കേണ്ടതിനായി നീ സിനിമയ്ക്ക് പിന്നാലെയും ടെലിവിഷന് പിന്നാലെയും പോവുകയായിരിക്കാം. You are enjoying the temporal pleasures of this world to forget your worries and cares. നിന്റെ ആകുലങ്ങൾ, നിന്റെ ദുഃഖങ്ങൾ മറക്കുവാൻ ഈ ലോകത്തിലെ നശ്വരമായ താൽക്കാലിക ഇൻപങ്ങൾ നീ ആസ്വദിക്കുകയായിരിക്കാം. Tonight we are recommending Jesus to your life. എന്നാൽ ഇന്ന് രാത്രി യേശുവിനെ നിന്റെ ജീവിതത്തിൽ ഞങ്ങൾ പരിചയപ്പെടുത്തട്ടെ. The one who died for you and me on the cross of Calvary, tonight he is calling you to come nigh unto him. നിനക്കായും എനിക്കായും കാൽവരി ക്രൂശിൽ മരിച്ചവൻ ഇപ്പോൾ നിന്നെ വിളിക്കുകയാണ്, എന്റെ അടുക്കൽ വരുവിൻ. Even though he died and he was buried on the third day, breaking all the powers of death and darkness, our Jesus rose again. നമ്മുടെ യേശു മരിച്ചുവെങ്കിൽ തന്നെയും അവൻ അടക്കം ചെയ്യപ്പെട്ടുവെങ്കിൽ തന്നെയും മൂന്നാം നാളിൽ മരണത്തിന്റെയും അന്ധകാരത്തിന്റെയും ശക്തികളെ തകർത്ത് അവൻ ജയാളിയായി ഉയർത്തെഴുന്നേറ്റു. On the third day, victoriously, our Jesus rose again. മൂന്നാം നാളിൽ നമ്മുടെ യേശു ഒരു ജേതാവായി ഉയർത്തെഴുന്നേറ്റു. Tonight our Jesus is moving in our midst. ഇന്ന് രാത്രി നമ്മുടെ യേശു നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. Our Jesus is a prayer answering God. നമ്മുടെ യേശു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം. He is able to hear our cry. അവന്
നമ്മുടെ നിലവിളി കേൾക്കുവാൻ കഴിയും. He can see our tears. അവന് നമ്മുടെ കണ്ണുനീർ കാണുവാൻ കഴിയും. He is able to feel our problems. അവന് നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനുള്ള വികാരങ്ങളുണ്ട്. Tonight our Jesus is alive. ഇന്ന് നമ്മുടെ യേശു ജീവനോടിരിക്കുന്നു. He is alive in our midst. അവൻ നമ്മുടെ മധ്യേ ജീവനോടിരിക്കുന്നു. He is alive in our hearts. അവൻ നമ്മുടെ ഉള്ളിൽ ജീവനോടിരിക്കുന്നു. He is alive in our homes. അവൻ നമ്മുടെ ഭവനങ്ങളിൽ ജീവിക്കുന്നു. He is alive in our church. അവൻ നമ്മുടെ സഭയിൽ ജീവിക്കുന്നു. All those who are able to say Jesus is alive, put up your hands and shout hallelujah. യേശു ജീവിക്കുന്നെന്ന് പറയുവാൻ കഴിവുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ മുഴക്കാം. Hallelujah. Praise be to God. ദൈവത്തിന് സ്തോത്രം. Tonight he says, behold my hands and my feet. ഇന്ന് രാത്രി അവൻ പറയുകയാണ്, ഇതാ എന്റെ കൈയും കാലും നോക്കുവിൻ. In the book of Isaiah chapter 59 when we read, യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ in verse 1 what do we find? ഒന്നാം വാക്യത്തിൽ നാം എന്താണ് കാണുന്നത്? Isaiah chapter 59 and verse 1 it is written, യെശയ്യാ പ്രവചനം 51-ാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, behold the Lord's hand is not shortened that it cannot save. ഇതാ രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം കർത്താവിന്റെ കൈ കുറുകിയിട്ടില്ല. Behold the Lord's hand is not shortened that it cannot save. ഇതാ കർത്താവിന്റെ കൈ രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം ചെറുതായിട്ടില്ല. Again the word behold is mentioned there. ഇവിടെ വീണ്ടും ഇതാ എന്നുള്ള ഒരു പദപ്രയോഗമുണ്ട്. Dear child of God, salvation is so important in our life. പ്രിയ ദൈവവൈതലേ, നമ്മുടെ ജീവിതത്തിൽ രക്ഷ എന്നത് അതീവ പ്രാധാന്യമുള്ളത്. Dear friend, that is why tonight we are proclaiming this salvation which is through our Lord and Savior Jesus Christ. പ്രിയ സ്നേഹിത, അതുകൊണ്ടത്രേ നമ്മുടെ യേശു പ്രദാനം ചെയ്യുന്ന ഈ രക്ഷയെ ഞങ്ങൾ ഇവിടെ വിളംബരം ചെയ്യുന്നത്. Behold the Lord's hand is not shortened that it cannot save. ഇതാ രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം കർത്താവിന്റെ കൈ ചെറുതായിട്ടില്ല. Tonight as a mighty Savior our Jesus is moving in our midst. ഇതാ രക്ഷിക്കുന്ന വീരനായി ശക്തനായ രക്ഷിതാവായി യേശു നമ്മുടെ നടുവിൽ ഉലാവുന്നു. He has finished on the cross of Calvary everything that is needful for our salvation. നമ്മുടെ രക്ഷയ്ക്ക് പര്യാപ്തമായതൊക്കെയും അവൻ കാൽവരി ക്രൂശിൽ ചെയ്ത നിറവേറ്റിയിരിക്കുന്നു. Today this salvation is given freely and abundantly to anyone and everyone who comes to Jesus. ഇന്ന് യേശുവിന്റെ അടുക്കൽ വരുന്ന ഏതോ ഒരു വ്യക്തിക്കും എല്ലാ വ്യക്തികൾക്കും ഈ രക്ഷ എന്നത് സൗജന്യമായി സമൃദ്ധിയായി നൽകപ്പെടുന്നു. Dear friend, your rituals, your tradition will never give you this salvation. പ്രിയ സ്നേഹിത, നിന്റെ പാരമ്പര്യങ്ങൾക്കോ ആചാരാനുഷ്ഠാനങ്ങൾക്കോ ഈ രക്ഷയെ തരുവാൻ കഴിയില്ല. Your righteous works and the things that you are doing will never grant you this salvation. നിന്റെ നീതി പ്രവർത്തികൾക്കോ നീ ചെയ്യുന്ന മറ്റു പുണ്യ പ്രവർത്തികൾക്കോ ഈ രക്ഷയെ തരുവാൻ സാധ്യമല്ല. Your traditional worship will never be able to give you this salvation through Jesus. നിന്റെ പരമ്പരാഗതമായ ആരാധനകൾ ആചാരങ്ങൾക്ക് യേശുവിലൂടെയുള്ള ഈ രക്ഷ തരുവാൻ സാധ്യമല്ല. You have to come to Jesus as you are and open your heart to him. നീ ഏതവസ്ഥയിലായിരിക്കുന്നുവോ അതേ അവസ്ഥയിൽ യേശുവിന്റെ അടുക്കൽ വന്ന ഹൃദയവനായി തുറക്കണം. If you confess your sins unto the Lord, he is faithful and just to forgive you and to cleanse you in his precious blood. നീ നിന്റെ പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ കർത്താവായ യേശു തന്റെ വിലയേറിയ രക്തത്താൽ നിന്റെ പാപങ്ങൾ കഴുകേണ്ടതിന് അവൻ വിശ്വസ്തനും നീതിമാനുമായിരിക്കുന്നു. Tonight Jesus is calling you. ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുന്നു. Come unto me, all that labor and are heavy laden, I will give you rest. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത നൽകാം. You are laboring in your life in order to have peace and joy in your heart. സമാധാനവും സന്തോഷവും ലഭിക്കുവാൻ നിന്റെ ജീവിതത്തിൽ നീ കഠിനമായി അധ്വാനിക്കുകയാണ്. But if you come to Jesus tonight, എന്നാൽ ഇന്ന് രാത്രി നീ യേശുവിന്റെ അടുക്കൽ വരുമെങ്കിൽ, if you open your heart and accept him as your personal savior, നിന്റെ ഹൃദയ കവാടം തുറന്ന യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമെങ്കിൽ, if you call upon the name of Jesus saying, oh God, I am a sinner, have mercy upon me, നീ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചിട്ട് ദൈവമേ ഞാനൊരു പാപിയാകുന്നുവല്ലോ എന്നെ രക്ഷിക്കണമേ എന്ന് നീ പറയുമെങ്കിൽ, if you surrender your life in the hands of Jesus, നിന്റെ ജീവിതത്തെ യേശുവിന്റെ കയ്യിൽ സമർപ്പിക്കുമെങ്കിൽ, he will wash you in his precious blood and make you his child. യേശു
തന്റെ വിലയേറിയ രക്തത്താൽ നിന്നെ കഴുകിയിട്ട് തന്റെ പൈതലാക്കി നിന്നെ മാറ്റും. You would have been thinking that there is no hope for your future. ഒരുപക്ഷെ ഭാവിയെ കുറിച്ച് യാതൊരു പ്രത്യാശയുമില്ല എന്ന് നീ ചിന്തിച്ചേക്കാം. You could be thinking that there is no one to love me. എന്നെ സ്നേഹിക്കുവാൻ ആരുമേ ഇല്ലല്ലോ എന്ന് നീ ചിന്തിച്ചേക്കാം. There is no one to care for me. എനിക്കായി കരുതുവാൻ ആരുമേ ഇല്ലല്ലോ. Beloved ones, tonight we are recommending this loving Jesus to your heart. എന്നാൽ പ്രിയ സ്നേഹിത, ഇന്ന് രാത്രി ഈ സ്നേഹവാനായ യേശുവിനെ നിന്റെ ഉള്ളത്തിൽ ഞങ്ങൾ ശുപാർശ ചെയ്യട്ടെ. The hand of the Lord is stretched out in our midst in order to save us and to deliver us. നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ ദൈവത്തിന്റെ കരം ഇന്ന് നമ്മുടെ മധ്യേ നീട്ടപ്പെട്ടിരിക്കുന്നു. If you open your heart and surrender your life in the hands of Jesus, നീ ഹൃദയം തുറന്ന യേശുവിനായി നിന്റെ ജീവിതം സമർപ്പിക്കുമെങ്കിൽ, oh, by his nail-scarred hand he will cleanse you and deliver you from all your sins. അവന്റെ ആണിതറക്കപ്പെട്ട കരത്താൽ അവൻ നിന്നെ കഴുകി എല്ലാ പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. You can be graven in the hands of God tonight. അങ്ങനെ യേശുവിന്റെ കയ്യിൽ നിനക്ക് വരയ്ക്കപ്പെട്ടവനായി തീരാം. Praise be to God. ദൈവത്തിന് സ്തോത്രം. The hand of God speaks about the will of God. ദൈവത്തിന്റെ കരമെന്നത് ദൈവ ഇഷ്ടത്തെ കാണിക്കുന്നു. Also, the hand of God speaks about the anointing of God. അതോടൊപ്പം ദൈവത്തിന്റെ കരം എന്നത് ദൈവത്തിന്റെ അഭിഷേകത്തെ കാണിക്കുന്നു. When we are in the will of God, we are graven in the palms of his hands. നാം ദൈവ ഇഷ്ടത്തിലായിരിക്കുമ്പോൾ അവന്റെ കരങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. When we are in the baptism of the Holy Ghost, in the anointing which God has given us, we are in the hand of God. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകത്തിൽ നാം നിലനിൽക്കുമ്പോൾ നാം ദൈവത്തിന്റെ കയ്യിൽ ആകുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. In the hand of God, not only we have been saved, ദൈവത്തിന്റെ കരത്തിൽ നാം സുരക്ഷിതരായിരിക്കുക മാത്രമല്ല, not only we have been saved from our sins, നാം നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുക മാത്രമല്ല, in the Gospel of St. Mark chapter 1 when we read, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ, Gospel of St. Mark chapter 1 and verse 41, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. And Jesus, moved with compassion, put forth his hand and touched him, and saith unto him, I will, be thou clean. Praise be to God. ദൈവത്തിന് മഹത്വം. Here a leper came to Jesus for his healing. ഇവിടെ ഒരു കുഷ്ഠരോഗി സൗഖ്യത്തിനായി യേശുവിന്റെ അടുക്കൽ വന്നു. What did Jesus do? യേശു എന്താകുന്നു ചെയ്തത്? He moved with compassion അവൻ മനസ്സലിഞ്ഞു. and he put forth his hand and touched him. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. And he said unto him, I will, be thou clean. എന്നിട്ട് യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനായി തീരുക. Praise be to God. ദൈവത്തിന് സ്തോത്രം. In verse 42 we read, 42-ാം വാക്യത്തിൽ വായിക്കുന്നു, immediately his leprosy departed from him and he was cleansed or healed. ഉടനെ അവന്റെ കുഷ്ഠരോഗം മാറി അവൻ ശുദ്ധനായി സൗഖ്യം പ്രാപിച്ചു. Immediately his leprosy departed from him and he was healed. ഉടൻ തന്നെ അവന്റെ കുഷ്ഠരോഗം വിട്ടുമാറി അവൻ സൗഖ്യമായി. Beloved ones, this is another blessing we receive from the hand of the Lord. പ്രിയമുള്ളവരെ, കർത്താവിന്റെ കരത്തിൽ നിന്ന് നാം നേടിയെടുക്കുന്ന മറ്റൊരു അനുഗ്രഹം ഇതത്രേ. If you are sick or weak in your body tonight, ഇന്ന് രാത്രി നീ ശരീരത്തിൽ രോഗിയോ ബലഹീനനോ you ആയിരിക്കട്ടെ, can surrender your body in the hands of Jesus. നിനക്ക് നിന്റെ ശരീരത്തെ യേശുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. And he is well able to heal all sorts of sicknesses. നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ അവൻ തികച്ചും ശക്തനത്രേ. On the cross of when Jesus was nailed on his hand and feet, കാൽവരി ക്രൂശിൽ യേശുവിന്റെ കൈകളും കാലുകളും ആണിതറക്കപ്പെട്ടപ്പോൾ it was not only for your salvation, നിന്റെ രക്ഷയ്ക്കായിട്ട് but മാത്രമല്ലായിരുന്നു it was for your healing as well. അത് നിന്റെ സൗഖ്യത്തിനും കൂടിയായിരുന്നു. Tonight, if you are sick or weak in your body, ഇന്ന് രാത്രി നീ ശരീരത്തിൽ രോഗിയോ ബലഹീനനോ എങ്കിൽ the hand of the Lord is moving in our midst to heal you from all your sicknesses. നിന്റെ സകല രോഗവും മാറ്റി നിനക്ക് സൗഖ്യം നൽകുവാൻ ദൈവത്തിന്റെ കരം ഇവിടെ ഉലാവിക്കൊണ്ടിരിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. In Acts of the Apostles chapter 4 when we read, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, Acts chapter 4 and verse 30 it is written, അപ്പോസ്തല പ്രവൃത്തി 4-ന്റെ 30 വായിക്കുമ്പോൾ, by stretching forth thine hand to heal,
and that signs and wonders may be done by the name of thy holy child Jesus. നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യേണ്ടതിനായും സൗഖ്യമാക്കേണ്ടതിനായും നിന്റെ കരം നീട്ടുന്നതിനാൽ. Praise be to God. ദൈവത്തിന് സ്തോത്രം. The Lord is stretching forth his hand tonight to heal and to strengthen us and to do miracles and wonders in our midst. നമ്മെ സൗഖ്യമാക്കുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ, നമ്മുടെ നടുവിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുവാൻ ഇന്ന് രാത്രിയിലും ദൈവം തന്റെ കരം നമ്മുടെ നടുവിൽ നീട്ടുന്നു. But the healing is depending upon our faith. എന്നാൽ ഈ സൗഖ്യമെന്നത് നമ്മുടെ വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു. If the Lord is to heal us from our infirmities, കർത്താവ് നമ്മുടെ ബലഹീനതകളിൽ സൗഖ്യം നൽകുവാൻ, we need to raise up our faith in Jesus. നാം യേശുവിന്റെ നാമത്തിൽ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. Praise be to God. ദൈവത്തിന് സ്തോത്രം. When we go to doctors, നാം ഡോക്ടർമാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ we believe them and hand over our bodies to their hands. നാം അവരെ വിശ്വസിച്ചിട്ട് നമ്മുടെ ശരീരത്തെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുവല്ലോ. We hand over our bodies into the hands of doctors. നമ്മുടെ ശരീരത്തെ ഡോക്ടർമാരുടെ കയ്യിൽ നാം കൈമാറുന്നുവല്ലോ. And we believe whatever they tell us. അവർ നമ്മോട് പറയുന്നതെല്ലാം നാം വിശ്വസിക്കുകയും Not only that, we are willing to obey whatever they tell us. അവർ പറയുന്നതെല്ലാം അനുസരിക്കുവാൻ നാം ഒരുങ്ങിയുമിരിക്കുന്നു. And thereby we think that we get healed. അങ്ങനെ സൗഖ്യം പ്രാപിക്കാമെന്ന് നാം ചിന്തിക്കുന്നു. Beloved ones, if it is so, how much more we will be able to receive healing from Jesus if we hand our body to his hands and we are willing to obey whatever he tells us. പ്രിയമുള്ളവരെ, ഇത് അങ്ങനെയാകുന്നുവെങ്കിൽ യേശുവിന്റെ കയ്യിൽ നമ്മെ കൈമാറിയിട്ട് അവൻ പറയുന്നതെല്ലാം അനുസരിക്കുവാൻ നാം ഒരുക്കമെങ്കിൽ നാം എത്രയധികം സൗഖ്യം പ്രാപിക്കും. Tonight the hand of the Lord is moving in our midst to heal us from our infirmities. ഇന്ന് രാത്രി നമ്മുടെ രോഗബലഹീനതകൾ പോക്കി നമ്മെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ കരം ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നു. God has given us exceeding great and precious promises that we may be able to claim it by faith and be healed by his power. വിശ്വാസത്താൽ നാം അവകാശവാദം ഉന്നയിച്ച് അവന്റെ ശക്തിയാൽ സൗഖ്യം പ്രാപിക്കുവാൻ ദൈവം നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ തന്നിരിക്കുന്നു. The promise of God says, I am the Lord that healeth thee. ദൈവത്തിന്റെ വാഗ്ദത്തം പറയുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. He forgives our iniquities and heals our sicknesses. അവൻ നമ്മുടെ സകല അതിക്രമങ്ങളും മോചിക്കുന്നു, സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു. And by his stripes we are healed. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. Beloved ones, this is not a theory or a philosophy. പ്രിയമുള്ളവരെ, ഇത് ഒരു വെറും തത്വശാസ്ത്രമോ ആശയ സംഹിതയോ This അല്ല. is our practical experience. ഇത് നമ്മുടെ പ്രായോഗിക അനുഭവമത്രേ. Our Jesus is more than a doctor to us. നമ്മുടെ യേശു നമുക്ക് ഒരു ഡോക്ടറേക്കാൾ ശ്രേഷ്ഠൻ. His promises are divine medicine to our bodies. അവന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ശരീരത്തിന് ദിവ്യ ഔഷധം. Our Jesus is our healer. നമ്മുടെ യേശു നമ്മുടെ സൗഖ്യദായകൻ. Our Jesus is more than a doctor to us. നമ്മുടെ യേശു നമുക്ക് ഒരു ഡോക്ടറേക്കാൾ വലിയവൻ. All those who have experienced the healing only through Jesus, kindly put up your hands and shout hallelujah. യേശുവിലൂടെ മാത്രം സൗഖ്യം അനുഭവിച്ചിട്ടുള്ളവർ കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ മുഴക്കാം. Hallelujah. Tonight our Jesus is in our midst. രാത്രി നമ്മുടെ യേശു നമ്മുടെ നടുവിലുണ്ട്. We are graven in the palms of his hands. നാമോ അവന്റെ ഉള്ളം കയ്യിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്നു. In the hand of the Lord we have been redeemed from all our sins. ആ ദൈവത്തിന്റെ കയ്യിൽ നമ്മുടെ പാപത്തിൽ നിന്ന് നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. By the hand of the Lord we have been healed all our sicknesses from. ദൈവത്തിന്റെ കയ്യാൽ നമ്മുടെ സകല രോഗങ്ങളിൽ നിന്ന് നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. We are able to read about another blessing in the Gospel of St. Matthew chapter 14. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ മറ്റൊരു അനുഗ്രഹം കാണാം. Matthew chapter 14 and verse 31 when we read. മത്തായിയുടെ സുവിശേഷം 14:31 വായിക്കുമ്പോൾ, And immediately Jesus stretched forth his hand and caught him and said unto him, O thou of little faith, wherefore did thou doubt? യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. Immediately Jesus stretched forth his hand and caught him. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. This is written about Peter who wanted to go to Jesus. യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ ആഗ്രഹിച്ച പത്രോസിനെ കുറിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത്. When Peter saw
that Jesus was walking on the water, യേശു വെള്ളത്തിന്മീതെ നടക്കുന്നതായി പത്രോസ് കണ്ടപ്പോൾ he asked the Lord, shall I walk on the water to come to you? ഉടനെ അവൻ ചോദിക്കുകയാണ്, കർത്താവേ, ഞാനും വെള്ളത്തിന്മീതെ നടന്ന് നിന്റെ അടുക്കൽ വരട്ടെയോ? Beloved ones, we must remember, if we are to go to Jesus, we must be willing to walk on water. പ്രിയമുള്ളവരെ, നാം ഓർക്കേണ്ടതൊന്നുണ്ട്. നാം യേശുവിന്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ നാം വെള്ളത്തിന്മീതെ നടക്കണം. If we are to go to the place where our Jesus is, we have to walk on the water. യേശു ആയിരിക്കുന്ന സ്ഥലത്ത് നാമും ചെന്നെത്തേണമെങ്കിൽ നാം വെള്ളത്തിന്മീതെ നടക്കണം. This water speaks about the reproaches and shame that we have to go through in our spiritual life. ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം കടന്നുപോകേണ്ടതായ നിന്ദ, അപമാനം, ആക്ഷേപം എന്നിവയത്രേ. This water speaks about the humiliations and despising experience that we have to go through in our spiritual life. ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം നിന്ദിക്കപ്പെട്ട് പുച്ഛിക്കപ്പെടുന്ന പാതയെ കാണിക്കുന്നു. This water speaks about the trials and mockery that we have to face in our spiritual life. ഈ വെള്ളം എന്ന് പറയുന്നത് ആത്മീക ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെയും പരിഹാസങ്ങളെയും കാണിക്കുന്നു. If we are to go to the place where our Jesus is, നമ്മുടെ യേശു ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് നാമും ചെന്നെത്തേണമെങ്കിൽ we must be willing to go through troubles and humiliations and mockery in our life. താഴ്ചയിലൂടെ, പരിഹാസത്തിലൂടെ, ആക്ഷേപത്തിലൂടെ കടന്നു ചെല്ലുവാൻ നമ്മുടെ ജീവിതത്തിൽ നാം ഒരുക്കമുള്ളവരായിരിക്കണം. In the book of Psalm 66 when we read, 66-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ, Psalm 66 and verse 12 it is written, 66-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, Thou hast caused men to ride over our heads. We went through fire and through water, but thou hast brought us out of into a wealthy place. നീ ഞങ്ങളെ മനുഷ്യരെ ഞങ്ങളുടെ തലവേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ പലപ്പോഴും തീയിലും വെള്ളത്തിലും കൂടി കിടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ വിശാല സ്ഥലത്ത് കൊണ്ടുവന്നിരിക്കുന്നു. We have went through water. ഞങ്ങൾ വെള്ളത്തിലൂടെ പോകേണ്ടി വന്നു. Here water speaks about mockery and shameful experiences that we have to go through in our spiritual life. ഇത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം ലജ്ജയുടെയും പരിഹാസത്തിന്റെയും അനുഭവങ്ങളിലൂടെ പോകേണ്ടി വരുന്നതിനെ കാണിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. In the book of Hebrews chapter 13 when we read, എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, and in the 13th verse it is written, അതിന്റെ 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, Let us go forth therefore unto him without the camp, bearing his reproach. ആകയാൽ നാം അവന്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. Praise be to God. ദൈവത്തിന് സ്തോത്രം. Let us go forth therefore unto him without the camp, bearing his reproach. ആകയാൽ അവന്റെ നിന്ദ ചുമന്നുകൊണ്ട് നാം പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. Peter wanted to go to Jesus. പത്രോസ് യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ ആഗ്രഹിച്ചു. We expect that we should go to Jesus when he comes. അതെ, യേശു വരുമ്പോൾ അവന്റെ അടുക്കൽ ചെല്ലണമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. That is why we must be willing to go through water. അതുകൊണ്ടത്രേ നാം വെള്ളത്തിന്മീതെ കൂടി ചെല്ലുവാൻ ഒരുക്കമുള്ളവരായിരിക്കുന്നത്. Praise be to God. ദൈവത്തിന് സ്തോത്രം. In the book of Isaiah chapter 43 when we read, യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, in the second verse it is written, അതിന്റെ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, When thou passest through the waters, I will be with thee. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. When thou passest through the waters, I will be with thee. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. Perhaps Peter would have read this promise and believed it. ഒരുപക്ഷേ പത്രോസ് ഈ വാഗ്ദത്തം വായിച്ച് അത് വിശ്വസിച്ചിരിക്കുമായിരിക്കാം. And when he saw that Jesus was walking, he suddenly remembered this promise and thought of practicing it. യേശു വെള്ളത്തിന്മീതെ നടക്കുന്നത് കണ്ടപ്പോൾ പത്രോസ് പെട്ടെന്ന് ഈ വാഗ്ദത്തം ഓർത്തുപോയിരിക്കാം. അത് പ്രായോഗികമാക്കുവാൻ അവൻ ശ്രമിക്കുകയും ചെയ്തു. That is why he took such a bold step in order to jump out of the boat and walk on the water. അതുകൊണ്ടാണ് പടകിൽ നിന്ന് ചാടി വെള്ളത്തിൽ മീതെ നടക്കുവാൻ അവൻ ഒരു സുധീരമായ തീരുമാനം കൈക്കൊണ്ടത്. Praise be to God. ദൈവത്തിന് സ്തോത്രം. Yes, we have to walk on the water to go to our Jesus. അതെ, യേശുവിന്റെ അടുക്കൽ ചെല്ലണമോ നാം വെള്ളത്തിന്മീതെ നടക്കണം. When you pass through the water, I will be with thee. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. This water speaks about another truth in our spiritual life. ഈ വെള്ളം എന്നത് നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു ആത്മീയ സത്യത്തെ കാണിക്കുന്നു. It speaks about the truth of
water baptism that we have to obey to go to the kingdom of God. ദൈവരാജ്യത്തിൽ ചെല്ലേണ്ടതിനായി നാം അനുസരിക്കേണ്ടുന്ന ജലസ്നാന സത്യത്തെ ഈ വെള്ളം കാണിക്കുന്നു. If we are not willing to obey the truth of water baptism, we will never be able to go to Jesus or to his kingdom. ഈ ജലസ്നാന സത്യം അനുസരിക്കുവാൻ നാം ഒരുക്കമുള്ളവരല്ല എങ്കിൽ യേശു വരുമ്പോൾ അവനോടുകൂടെ ചേർക്കപ്പെട്ട അവന്റെ രാജ്യത്തിൽ നാം ചെല്ലുകയില്ല. When Jesus was upon this earth, he told Nicodemus, verily, verily, I say unto thee, except a man be born of water and of the Spirit, he cannot enter into the kingdom of God. യേശു ഭൂമുഖത്തായിരുന്നപ്പോൾ നിക്കോദേമസിനോട് പറഞ്ഞു, സത്യം സത്യമായി അഥവാ ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ തീർച്ചയായും കടക്കുകയില്ല. The word verily was used twice by Jesus there. ഇവിടെ കർത്താവായ യേശു ആമേൻ ആമേൻ എന്ന് 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. He was placing God the Father and the Holy Ghost as witnesses to the truth that he was revealing to Nicodemus. യേശു നിക്കോദേമസിനോട് വെളിപ്പെടുത്തുന്ന ആ സത്യത്തിന് പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സാക്ഷി നിർത്തുന്നു. Verily, verily, I say unto thee, except a man be born of water and of the Spirit, he cannot enter into the kingdom of God. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഒരുവൻ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ അവൻ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. Beloved ones, to go to the place where our Jesus is, to his kingdom, we need to be baptized in waters. പ്രിയ ദൈവവൈതലേ, യേശു ആയിരിക്കുന്നിടത്ത് അവന്റെ രാജ്യത്തിൽ നാം ചെന്നെത്തണമെങ്കിൽ നാം ജലസ്നാനം സ്വീകരിക്കണം. When we are baptized in waters according to the word of God, നാം തിരുവചന പ്രകാരം ജലസ്നാനം സ്വീകരിക്കുമ്പോൾ, in the book of Romans chapter 6 when we read, റോമാലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ, we are dead and buried with our Jesus. നാം നമ്മുടെ യേശുവിനോടുകൂടെ മരിച്ച അടക്കം ചെയ്യപ്പെടുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. Book of Romans chapter 6 and verse 4 it is written, റോമാലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ, when we are baptized in waters, നാം ജലസ്നാനം സ്വീകരിക്കുമ്പോൾ we are dead and buried with our Jesus. നാം നമ്മുടെ യേശുവിനോടുകൂടെ മരിച്ച അടക്കം ചെയ്യപ്പെടുന്നു. Therefore we are buried with him by baptism into death, that like as Christ was raised up from the dead by the glory of the Father, even so we also should walk in the newness of life. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ, by being baptized in waters we are dead and buried with Christ. നാം ജലസ്നാനത്തിലൂടെ ക്രിസ്തുവിനോടുകൂടെ മരിച്ച അടക്കപ്പെടുന്നു. That is why baptism should not be sprinkled, it must be in waters by immersion. ആകയാൽ ജലസ്നാനം എന്നത് വെള്ളം തളിച്ച് നൽകിക്കൂടാ, അത് വെള്ളത്തിൽ മുഴുകിയായിരിക്കണം. Jesus also took baptism in river Jordan in water and he came out of the water. കർത്താവായ യേശുവും യോർദാൻ നദിയിൽ വെള്ളത്തിൽ മുങ്ങി അവൻ വെള്ളത്തിൽ നിന്ന് കരകയറി. When he came out of the water, the Holy Ghost descended in the form of a dove, and God the Father testified about him saying, this is my beloved son in whom I am well pleased. യേശു വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി സ്വർഗസ്ഥനായ പിതാവ് അവനെ കുറിച്ച് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സാക്ഷ്യവും പറഞ്ഞു. The baptism that Jesus took not was a sprinkling baptism. കർത്താവായ യേശു സ്വീകരിച്ച സ്നാനം എന്നത് വെള്ളം തെളിച്ചുള്ള സ്നാനമല്ലായിരുന്നു. Neither was it infant baptism. അത് ഒരു ശിശു സ്നാനവുമല്ലായിരുന്നു. He was immersed in the water and he came out of the water. അവൻ വെള്ളത്തിലേക്ക് മുങ്ങി വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. When we are baptized in waters according to the word of God, നാം തിരുവചനാനുസൃതം ജലസ്നാനം സ്വീകരിക്കുമ്പോൾ we are dead and buried in the water. നാം ആ വെള്ളത്തിൽ മരിച്ച അടക്കപ്പെടുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. When you pass through waters, I will be with thee. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. A person who is dead and buried and in the water, വെള്ളത്തിൽ മരിച്ച അടക്കം ചെയ്യപ്പെട്ട ഒരു വ്യക്തി, even though he goes through waters, it is not a problem for him. അവൻ വെള്ളത്തിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ പോലും അത് അവനൊരു പ്രശ്നമേ അല്ല. Waters and floods may come, reproaches and mockery may come like waters or floods. It is not a problem because he is already under the water by baptism. ജലപ്രവാഹങ്ങൾ വന്നേക്കാം,
നിന്ദകൾ, ആക്ഷേപങ്ങൾ, ഓളങ്ങളും തിരമാലകളുമായി അവന്റെ മീതെ കവിഞ്ഞൊഴുകിയേക്കാം. എന്നാലും അവൻ കുലുങ്ങേണ്ടതില്ല. അവൻ വെള്ളത്തിനടിയിലാണ്. ജലസ്നാനത്തിലൂടെ അവൻ അത് പ്രാപിച്ചു. By baptism he has been already under the water. ആ ജലസ്നാനത്തിലൂടെ അവൻ കാലേ കൂട്ടി വെള്ളത്തിലായിരിക്കും. Therefore now even if reproaches and shame and mockery may come like floods and water, it doesn't bother him at all. ആകയാൽ നിന്ദകൾ, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ ജലപ്രവാഹമായി, ഓളങ്ങൾ തിരമാലകളായി അവന്റെ മീതെ വന്നാലും അവന് പ്രശ്നമില്ല. അവൻ വെള്ളത്തിനടിയിലാണ്. When I go through water, my Jesus will be with me. അതെ, ഞാൻ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ എന്റെ യേശു എന്നോട് കൂടെ ഉണ്ടായിരിക്കും. That was the faith of Peter. അതത്രേ പത്രോസിന്റെ വിശ്വാസമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. In the Gospel of St. Matthew chapter 14 when we read, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോൾ, by faith he took the bold step to jump out of the ship and to walk on the water. അവൻ വിശ്വാസത്താൽ പടകിൽ നിന്ന് ചാടി വെള്ളത്തിൽ മീതെ നടക്കുവാൻ സധൈര്യം ഒരു തീരുമാനമെടുത്തു. As long as his eyes were set on the face of Jesus, he was able to walk without any problem. അവന്റെ കണ്ണുകൾ യേശുവിന്റെ മുഖത്ത് പതിച്ചിരുന്നിടത്തോളം യാതൊരു പ്രശ്നവും കൂടാതെ അവന് നടക്കുവാൻ കഴിഞ്ഞു. In Matthew chapter 14 and verse 29 it is written, മത്തായിയുടെ സുവിശേഷം 14:29 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, and when Peter was come down out of the ship, he walked on the water to go to Jesus. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മീതെ നടന്നു. He walked on the water to go to Jesus. അവൻ യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മീതെ നടന്നു. We don't know how many steps he took on the water. അവൻ ആ വെള്ളത്തിൽ എത്ര ചുവടുകൾ വെച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. One thing is sure, he walked on the water to go to Jesus. എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്, യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ അവൻ വെള്ളത്തിന്മീതെ നടന്നു. And verse 30 it is written, എന്നാൽ 30-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, but when he saw the wind boisterous, he was afraid. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങിത്തുടങ്ങി. As long as his eyes were set on the face of Jesus, he was able to walk on the water. അവന്റെ കണ്ണുകൾ യേശുവിന്റെ മുഖത്ത് പതിച്ചിരുന്നിടത്തോളം അവന് വെള്ളത്തിന്മീതെ നടക്കുവാൻ കഴിഞ്ഞു. What was his confession at that time? ആ സമയത്ത് അവന്റെ ഏറ്റുപറച്ചിൽ എന്തായിരുന്നു? Not I but Christ. ഞാനല്ല, ക്രിസ്തുവത്രേ. I am not walking but Jesus is walking. ഞാനല്ല, യേശുവത്രേ നടക്കുന്നു. That is what St. Paul is confessing about his life. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് തന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നത്, Not I but Christ liveth in me. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. It is not that I am walking but Jesus is walking through me. നടക്കുന്നത് ഞാനല്ല, എന്നിലൂടെ യേശു നടക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. Only when he began to see the winds and the waves, he began to sink in the water. അവൻ കാറ്റിനെയും ഓളങ്ങളെയും നോക്കിയപ്പോൾ മാത്രമാണ് മുങ്ങി താഴുവാൻ തുടങ്ങിയത്. As long as his eyes were set on the face of Jesus and his confession was not I but Christ, he was able to walk on the water. യേശുവിന്റെ മുഖത്തേക്ക് കണ്ണുകൾ പതിച്ചുകൊണ്ട് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അവൻ നടന്നിടത്തോളം അവൻ വെള്ളത്തിൽ മുങ്ങിയതേയില്ല. Dear child of God, this is the secret of the victorious life in our Christian journey. പ്രിയ ദൈവവൈതലേ, ക്രിസ്തീയ ജീവിതയാത്രയുടെ വിജയ രഹസ്യം ഇതത്രേ. Not I but Christ liveth in me. ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. As long as our eyes are set on the face of Jesus, നമ്മുടെ കണ്ണുകൾ യേശുവിന്റെ മുഖത്ത് പതിച്ചിരിക്കുന്നിടത്തോളം, as long as we confess that not we but Christ is living in us, എത്ര കാലം ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്ന് നാം ഏറ്റുപറയുന്നുവോ അത്രയും കാലം we will be able to walk over all the reproaches and shame and humiliations and mockery that we have to go through. നമ്മുടെ ജീവിതത്തിൽ വരുന്ന നിന്ദകൾ, പരിഹാസങ്ങൾ, ആക്ഷേപങ്ങൾ, പുച്ഛഭാവങ്ങൾ, ഇതിന്റെ എല്ലാം മീതെ നടക്കുവാൻ നമുക്ക് കഴിയും. Sometimes because of our human nature we try to look around. ഒരുപക്ഷെ നമ്മുടെ മാനുഷിക പ്രകൃതം നിമിത്തം നാം ചുറ്റുപാടും നോക്കിയേക്കാം. Peter began to look at the winds and the waves. പത്രോസ് കാറ്റിനെയും തിരമാലയെയും നോക്കുവാൻ തുടങ്ങി. That was the time he began to sink in the water. അപ്പോഴത്രേ അവൻ മുങ്ങിത്താഴുവാൻ തുടങ്ങിയത്. Even at the time Jesus didn't let him go. എന്നാൽ ആ സമയത്തും അവനെ അങ്ങനെ തന്നെ യേശു ഉപേക്ഷിച്ചില്ല. He stretched forth his hand and lifted him up.
യേശു കൈനീട്ടി അവനെ പിടിച്ചുയർത്തി. Dear child of God, you could be going through the same experience in your spiritual life today. പ്രിയ ദൈവവൈതലേ, ഇന്നത്തെ നിന്റെ ആത്മീക ജീവിതത്തിൽ സമാനമായ അവസ്ഥയിലൂടെ ആയിരിക്കാം നീ പോകുന്നത്. You may be thinking that I won't be able to come out of this despising, this humiliation in my life. എന്റെ ജീവിതത്തിൽ ഈ താഴ്ചയിൽ നിന്ന്, ഈ അവസ്ഥയിൽ നിന്ന് ഒരു നാളും കരകയറുവാൻ സാധ്യമല്ല എന്ന് നീ ചിന്തിക്കുകയായിരിക്കാം. But tonight we would like to tell you, you are graven in the palms of the hands of God. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ, നീ ദൈവത്തിന്റെ കൈകളിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്നു. If you are graven in the palms of his hands, no one will be able to do any evil to you. അതെ, നീ ദൈവത്തിന്റെ കയ്യിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ആർക്കും നിന്നൊക്കെ ഒരു ദോഷം ചെയ്യുവാൻ സാധ്യമല്ല. In the Gospel of St. John chapter 10 when we read, യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോൾ and verses 28 and 29, what do we find? 28, 29 എന്നീ വാക്യങ്ങളിൽ നാം എന്ത് കാണുന്നു? Gospel of St. John chapter 10 and verses 28 and 29. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28, 29 വാക്യങ്ങളിൽ, And I give unto them eternal life, and they shall never perish, neither shall any man pluck them out of my hand. My Father which gave them me is greater than all, and no man is able to pluck them out of my Father's hand. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. Praise be to God. ദൈവത്തിന് സ്തോത്രം. No man can pluck them out of my hand. അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആരാലും കഴിയുകയില്ല. No man is able to pluck them out of my Father's hand. എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് ഒരു വ്യക്തിക്കും പിടിച്ചു പറിക്കുവാൻ കഴിയില്ല. Praise be to God. ദൈവത്തിന് സ്തോത്രം. No man will be able to pluck us out of the hand of God. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മെ പിഴുതു മാറ്റുവാൻ ആരാലും കഴിയില്ല. The hand of the Lord is such a mighty hand. ദൈവത്തിന്റെ കൈ അത്രത്തോളം ശക്തമായ കൈ. And we are graven in the palms of his hands. നാമോ ആ ദൈവത്തിന്റെ കൈകളിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്നു. When we are in the hand of God, no devil will be able to touch us. നാം ദൈവത്തിന്റെ കയ്യിലായിരിക്കുമ്പോൾ ഒരു പിശാചിനും നമ്മെ തൊടുവാൻ പോലും When we കഴിയില്ല. are in the hand of God, no trial will be able to defeat us. നാം ദൈവത്തിന്റെ കയ്യിലായിരിക്കുമ്പോൾ ഒരു പരീക്ഷയ്ക്കും നമ്മെ തോൽപ്പിക്കുവാൻ കഴിയില്ല. When we are in the hand of God, no trial will be able to overcome us. അതെ, നാം ദൈവത്തിന്റെ കയ്യിലായിരിക്കുമ്പോൾ ഒരു പരിശോധനയും നമ്മെ കീഴടക്കുകയില്ല. No man will be able to pluck us out of the hand of God. ആരാലും ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മെ പിടിച്ചു പറിക്കുവാൻ കഴിയില്ല. But one thing we must remember. എന്നാൽ ഒരു കാര്യം നാം ഓർക്കണം. If we ourselves are getting out of the hands of God, even God will not be able to help us. എന്നാൽ നാം ദൈവത്തിന്റെ കൈവിട്ട് ഓടിപ്പോയാൽ ദൈവത്തിന് പോലും നമ്മെ സഹായിക്കുവാൻ കഴിയില്ല. If we ourselves are getting out of the hand of God, God will not be able to help us, even though his hands are mighty and powerful. നാം സ്വയമായി ദൈവത്തിന്റെ കൈവിട്ട് ഓടിപ്പോവുകയാണെങ്കിൽ ദൈവത്തിന്റെ കരം ബലവത്തായതും ശക്തിമത്തായതുമാണെങ്കിൽ പോലും നമ്മെ സഹായിക്കുവാൻ അവന് കഴിയാതെ പോകും. That is why we said in the beginning, this hand speaks about the will of God. ആകയാലത്രേ ഞങ്ങൾ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഈ ദൈവത്തിന്റെ കരമെന്നത് ദൈവ ഇഷ്ടത്തെ കാണിക്കുന്നു. We should not go out of the will of God at any cost. നാം യാതൊരു കാരണവശാലും ദൈവഹിതം വിട്ട് പുറത്തേക്ക് പോകരുത്. If we are prompted by our self-will and go out of the will of God, even God will not be able to help us, even though we are engraven in the hands of God. നാം സ്വന്തം ഇഷ്ടപ്രകാരം സഞ്ചരിച്ച് ദൈവ ഇഷ്ടത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയാൽ നാം ദൈവത്തിന്റെ കൈകളിൽ വരയ്ക്കപ്പെട്ടിരുന്നവരാണെങ്കിൽ തന്നെയും നമ്മെ സഹായിക്കുവാൻ ദൈവത്തിന് കഴിയില്ല. Beloved ones, we must abide in the hand of God. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കൈകളിൽ തന്നെ നാം സ്ഥിരമായി വസിക്കണം. When we are in the hand of God, whatever trials come across our life, our God will be able to help us. നാം ദൈവത്തിന്റെ കൈകളിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം എന്തെല്ലാം പരിശോധനകൾ വന്നാലും ദൈവം നമ്മെ സഹായിക്കും. In Song of Solomon chapter 2 when we read, ഉത്തമഗീതം 2-ാം അധ്യായം വായിക്കുമ്പോൾ, Song of Solomon chapter 2 and verse 6, what do we find? ഉത്തമഗീതം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ എന്ത് വായിക്കുന്നു? There we read about the hand of God. അവിടെ ദൈവത്തിന്റെ കൈയെ കുറിച്ച് വായിക്കുന്നു. Song of Solomon chapter 2 and verse 6 it is
is written, ഉത്തമഗീതം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ, his left hand is under my head and his right hand doth embrace me. അവന്റെ ഇടം കൈ എന്റെ തലയിൽ കീഴെ ഇരിക്കട്ടെ, അവന്റെ വലം കൈ എന്നെ ആശ്ലേഷിക്കട്ടെ. His left hand is under my head and his right hand doth embrace me. അവന്റെ ഇടം കൈ എന്റെ തലയിൽ കീഴെയുണ്ട്, അവന്റെ വലം കൈ എന്നെ ആലിംഗനം ചെയ്തിരിക്കുന്നു. Again, it speaks about the love of God towards us. ഇത് വീണ്ടും നമ്മോടുള്ള ദൈവസ്നേഹത്തെ കാണിക്കുന്നു. Because of the love of God towards us, he is preserving us by his hand. നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹത്താൽ തന്റെ കൈകളാൽ അവൻ നമ്മെ സംരക്ഷിക്കുന്നു. Head speaks about our mind. തല, ശിരസ് എന്നത് നമ്മുടെ മനസ്സിനെ കാണിക്കുന്നു. God is commanding rest and peace in our mind when we are graven in the palms of his hands. നാം ദൈവത്തിന്റെ ഉള്ളം കൈയിൽ വരയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് സമാധാനവും സ്വസ്ഥതയും കൽപ്പിക്കുന്നു. His right hand embraces me. അവന്റെ വലം കൈ എന്നെ ആശ്ലേഷിക്കുന്നു. Again, it speaks about the love of God. ഇതാ ദൈവസ്നേഹത്തെയാണ് വീണ്ടും പറയുന്നത്. Because of the love of God, he is chastising us when we go wrong in our life. നാം നമ്മുടെ ജീവിതത്തിൽ തെറ്റിപ്പോകുമ്പോൾ നമ്മോടുള്ള സ്നേഹത്താൽ അവൻ നമ്മെ ശിക്ഷിക്കുന്നു. We must be willing to take the chastisement of God in the right spirit so that we will be able to experience his divine love in our lives. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആ ദിവ്യ സ്നേഹം അനുഭവിച്ചറിയണമെങ്കിൽ നാം തെറ്റിപ്പോകുമ്പോൾ ദൈവം നൽകുന്ന ബാലശിക്ഷകളെ നാം ശരിയായ ആത്മാവിൽ കൈക്കൊള്ളേണ്ടതാണ്. In the book of Revelation chapter 3, when we read വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ the 19th verse, it is written, 19-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, as many as I love, I rebuke and chasten. Be zealous therefore and repent. ആകയാൽ എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ നീ ജാഗ്രതയോടും തീക്ഷ്ണതയോടും ഇരിക്കുക. As many as I love, I rebuke and chasten. Be zealous therefore and repent. ആകയാൽ ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, മാനസാന്തരപ്പെടുക, ജാഗ്രതയോടിരിക്കുക. The hand of the Lord is giving us rest and peace, and it is chastising our life when we go wrong in this life. ദൈവത്തിന്റെ കരം നമുക്ക് സമാധാനവും സ്വസ്ഥതയും തരുന്നതോടൊപ്പം നാം തെറ്റിപ്പോകുമ്പോൾ നമ്മെ ബാലശിക്ഷ കഴിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. When we are graven in the palms of his hands, നാം അവന്റെ ഉള്ളം കയ്യിൽ വരയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ God chastises us when we go wrong in our lives. നമ്മുടെ ജീവിതത്തിൽ നാം തെറ്റായ വഴിയിൽ ചെല്ലുമ്പോൾ ദൈവം നമ്മെ സ്നേഹത്തോടെ ശിക്ഷിക്കുന്നു. Not to destroy our life, but to perfect the good work that he started in us. നമ്മുടെ ജീവിതത്തിൽ നമ്മെ നശിപ്പിക്കുവാനായിട്ടല്ല, നമ്മിൽ ആരംഭിച്ച നല്ല പ്രവൃത്തിയെ തികയ്ക്കുവാൻ. Praise be to God. ദൈവത്തിന് സ്തോത്രം. Yes, tonight we are sure that we are graven in the palms of his hands. അതെ, നാം ദൈവത്തിന്റെ കരങ്ങളിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഇന്ന് നമുക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. When we read 1 Peter chapter 5, 1 പത്രോസ് 5-ാം അധ്യായം വായിക്കുമ്പോൾ and in the 6th verse it is written, 6-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, humble yourself therefore under the mighty hand of God, that he may exalt you in due time. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കരത്തിൻ കീഴ് താണിരിപ്പിൻ. Praise be to God. ദൈവത്തിന് സ്തോത്രം. Humble yourself therefore under the mighty hand of God, that he may exalt you in the due time. നിങ്ങളെ തക്ക സമയത്ത് ദൈവം ഉയർത്തേണ്ടതിനായി അവന്റെ ബലമുള്ള കരത്തിൻ കീഴ് താഴ്മയോടിരിപ്പിൻ. We have to be found under the mighty hand of God. നാം ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴ് കാണപ്പെടണം. At the right time the Lord is going to exalt us. തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തുവാൻ പോകുന്നു. Whenever Jesus comes in glory, നമ്മുടെ യേശു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ we are going to be exalted as the glorious bride. നാം മഹിമയേറിയ മണവാട്ടിയായി ഉയർത്തപ്പെടുവാൻ പോകുന്നു. In order to be found as his glorious bride to be exalted, we must be found under the mighty hand of God. ഒരു മഹിമയേറിയ മണവാട്ടിയായി ഉയർത്തപ്പെടേണ്ടതിന് നാം അവന്റെ ബലമുള്ള കരത്തിൻ കീഴായിരിക്കണം. That is why we need to humble ourselves. ആയതിനാൽ നാം നമ്മെ തന്നെ താഴ്ത്തേണം. God resisted the proud, but he is with the humble to give them grace. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, അവൻ താഴ്മയുള്ളവരോടുകൂടെ ഇരുന്ന് അവർക്ക് കൃപ നൽകുന്നു. Yes, we are graven in the palms of his hands. അതെ, നാം അവന്റെ ഉള്ളം കയ്യിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്നു. His hand is there to preserve us and to give us the right shape to be caught up at the coming of Jesus. അതെ, നാം സംരക്ഷിക്കപ്പെടേണ്ടതിനായും കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുവാൻ തക്കവണ്ണവും
ദൈവത്തിന്റെ കര നമ്മുടെ കൂടെയുണ്ട്. In the book of Jeremiah, chapter 18, when we read, യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം വായിക്കുമ്പോൾ, oh, the prophet Jeremiah says, our life is like a clay in the hands of the potter. യിരെമ്യാ പ്രവാചകൻ പ്രകാരമാണ് പറയുന്നത്, കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ നമ്മുടെ ജീവിതം ആയിരിക്കുന്നു. Our life is in the hand of the Lord like the clay in the hands of a potter. കുശവന്റെ കയ്യിൽ കളിമണ്ണ് ആയിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നു. Beloved ones, when we are in the hands of God, He will be able to give us the right shape. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ കയ്യിലായിരിക്കുമ്പോൾ നമുക്ക് ഉചിതമായ ആകൃതി രൂപം തരുവാൻ ദൈവത്തിന് കഴിയും. Jeremiah chapter 18 and verse 4 it is written, യിരെമ്യാ പ്രവചനം 18-4 വായിക്കുമ്പോൾ, and the vessel that he made of the clay was marred in the hands of the potter. കുശവൻ കളിമണ്ണിനാൽ പാത്രമുണ്ടാക്കി അതവന്റെ കയ്യിൽ ചീത്തയായി പോയി. So he made it another vessel as seemed to the potter to make it. അവൻ കുശവൻ ആ കളിമണ്ണിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. As long as we are in the hands of God, our life is well protected, beloved ones. നാം ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നിടത്തോളം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം തികച്ചും സുരക്ഷിതമായിരിക്കും. When we are in the hands of God, He breaks us and He molds us and He fills us. നാം ദൈവത്തിന്റെ കയ്യിലായിരിക്കുമ്പോൾ അവൻ നമ്മെ ഉടയ്ക്കുന്നു, വീണ്ടും വാർക്കുന്നു, അവൻ നമ്മെ നിറയ്ക്കുന്നു. Even if our life go mar in the sight of God, He is able to break us again and give us the right shape and fill us with all the blessings we need. നമ്മുടെ ജീവിതം ദൈവദൃഷ്ടിയിൽ നിന്ന് തെറ്റായി പോയിട്ട് അത് ചീത്തയായി പോയാലും നമ്മെ വീണ്ടും ഉടച്ച് വീണ്ടും ഉരുവാക്കി അനുഗ്രഹത്താൽ നിറയ്ക്കുവാൻ ദൈവം ശക്തനത്രേ. At the beginning of this year, once again, God is reassuring about our life, saying, we are graven in the palms of His hands. അതെ, ഈ നവവത്സരാരംഭത്തിൽ തന്നെ അത് നാം ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ദൈവമിതാ വീണ്ടും ഉറപ്പ് തരുന്നു. By the baptism of the Holy Ghost, we are in the hands of God. പരിശുദ്ധാത്മാഭിഷേകത്താൽ നാം ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നു. By being found in the will of God, we are in the hands of God. ദൈവത്തിന്റെ തിരുഹിതത്തിലായിരിക്കുന്നതിനാൽ നാം ദൈവത്തിന്റെ കയ്യിൽ ഉള്ളം കയ്യിലായിരിക്കുന്നു. When we are in the hands of God, even if we become sick or weak in your body, He will be able to heal us. നാം ദൈവത്തിന്റെ ഉള്ളം കയ്യിലായിരിക്കുമ്പോൾ ശരീരത്തിൽ രോഗിയോ ബലഹീനനോ ആയിരുന്നാലും അവൻ നമ്മെ സൗഖ്യമാക്കുവാൻ ശക്തൻ. We may be going through reproaches and shame in our life. We may have to pass through water, but He will stretch forth our hand to lift us up. അതെ, നമ്മുടെ ജീവിതത്തിൽ നാം വെള്ളത്തിലൂടെ പോകുമ്പോൾ, നിന്ദ ആക്ഷേപത്തിലൂടെ പോകുമ്പോൾ അവൻ തന്റെ കരം നീട്ടി നമ്മെ വലിച്ചെടുത്ത് രക്ഷിക്കുന്നു. Let us see that we are found in the perfect will of God always in our life. നാം നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ പരിപൂർണ ഹിതത്തിലാണോ എന്ന് നമ്മെ തന്നെ പരീക്ഷിച്ചു നോക്കാം. If it is so, no man will be able to do any evil to us. അതങ്ങനെയാണെങ്കിൽ നമുക്ക് യാതൊരു തിന്മയും ചെയ്യുവാൻ ഒരു മനുഷ്യനാലും കഴിയില്ല. Let us humble ourselves and found at the mighty hand of God. നമ്മെ തന്നെ താഴ്ത്താം, ദൈവത്തിന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ നാം കാണപ്പെടാം. As the clay in the hand of the potter, let us be found in the hand of our God. കുശവന്റെ കയ്യിൽ കളിമണ്ണായിരിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ കയ്യിലായിരിക്കാം. We who are graven in the palms of His hands, whenever Jesus comes, we will be lifted up or exalted. അതെ, നാം ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്നതിനാൽ യേശു വരുമ്പോൾ നാം ഉയർത്തപ്പെടും, നാം എടുക്കപ്പെടും. We are graven in the palms of His hands. നാം അവന്റെ ഉള്ളം കയ്യിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്നു. The woman may forget her sucking child, but our God will never forget us. ഒരുപക്ഷെ അമ്മ തന്റെ പാൽ കുടിക്കുന്ന കുഞ്ഞിനെ മറന്നേക്കാം, എന്നാൽ നമ്മുടെ ദൈവമോ ഒരു നാളും നമ്മെ മറക്കുകയില്ല. May the Lord bless us all. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.